നിസ്കാരം യഥാവിധി നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ മതവിരുദ്ധമായ കാര്യങ്ങളിൽ നിന്ന് മാറാൻ നിസ്കാരം തന്നെ നമ്മളെ സഹായിക്കും. അത് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. വഇന്നഹാ, ഈ പരിശുദ്ധമായ നിസ്കാരം തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, വൃത്തികേടിനെ തൊട്ടും വിരുദ്ധങ്ങളെ തൊട്ടും മാറ്റി നിർത്തുന്നു. അത് നമ്മളെ വിരോധിക്കുന്നു, നമ്മളെ സഹായിക്കുന്നു അതിൽ നിന്ന് മാറി നിൽക്കാൻ. അപ്പൊ നിസ്കാരം എന്തുകൊണ്ട് ഇങ്ങനെയെന്നൊക്കെ കുറേ ചർച്ചകളുണ്ട്. പല സന്ദർഭങ്ങളിലായിട്ട് നിസ്കരിക്കണം. ഒരു വട്ടം പള്ളിയിൽ കയറിയിട്ട് മൊത്തം നിസ്കരിച്ച് 5 വഖത്തും തീർത്ത് സന്തോഷമായി എന്നും പറഞ്ഞ് ഈ 5നെയും കൂടി ജാമാക്കിയിട്ട് ഇറങ്ങിപ്പോരാൻ നമുക്ക് പറ്റൂല. പിന്നെ കൃത്യമായ സമയത്ത് തന്നെ അത് നിർവഹിക്കണം. ഖുർആൻ അതും പറയുന്നുണ്ട് വ്യക്തമായ രീതിയിൽ. കിതാബം മൗഖൂത, അത് വഖത്ത് നിശ്ചയിക്കപ്പെട്ടൊരു നിർബന്ധ കടമയാകുന്നു. അപ്പൊ സുബഹിസ്കാരം കഴിഞ്ഞു, പിന്നെ ളുഹറിന്റെ സമയത്തും അത് നിർവഹിക്കണം. അസർ, മഗ്രിബ്, ഇശാ, ഇതൊക്കെ അതത് സമയങ്ങളിൽ നിർവഹിക്കണം. അപ്പൊ എന്താ അതിന്റെ ഒരു ആവശ്യം? മനുഷ്യനെ സമ്പൂർണമായി റീഫ്രഷ് ആക്കാനുള്ള, അവന്റെ ആത്മാവിൽ അതുവരെ അടിഞ്ഞുകൂടിയിട്ടുള്ള വൃത്തികേടുകളെയും ദുശ്ചിന്തകളെയും കൃത്യമായി ഇല്ലാതെയാക്കാൻ പറ്റുന്ന മഹത്തായ ഒരു ആരാധനയാണ് നിസ്കാരം.